തൊട്ടടുത്ത് നമുക്ക് അറിയാവുന്ന ഒരാളെ പോലെ ഉള്ള ഒരു കലാകാരിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്. അത് വന്ന സെറ്റപ്പ് തല്ലുമോലയാണെങ്കിലും അല്ലെങ്കിൽ അതിന് മുമ്പ് ചെയ്ത സിനിമയാണോ അതിനുശേഷം സിനിമയിലൊക്കെ എപ്പോഴും ഓഡിയൻസുമായിട്ട് കണക്ടിവിറ്റി വളരെ പെട്ടെന്ന് കിട്ടിയ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കല്യാണി പ്രിയദർശനെ. ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് ഷാബുസിൽ പറഞ്ഞ AD ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? AD ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ക്രിഷ് 3-ല് പ്രൊഡക്ഷൻ സൈഡിലാണ്. ഓക്കെ, വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് ഇതിലേക്ക് വന്നു. പ്രിയ സാർ ഒരു സർപ്രൈസ് ആയിട്ട് വിഷ്വൽസ് കണ്ടിട്ട് പറയുകയുണ്ടായി. One of the very promising artists which we have in South film industry, ladies and gentlemen, a huge round of applause to welcome this extremely talented artist, Miss Kalyani Priyadarshan. നസ്ലിൻ, എനിക്കിത് പുതിയ പടത്തിന്റെ ലുക്കാണെന്ന് തോന്നുന്നു അല്ലേ? പുതിയ പടത്തിന്റെ ലുക്കാണോ? പുതിയ പടത്തിന്റെ ലുക്ക് മറച്ചു വെച്ചതാണ്. ഓ, അത് ശരി. പോണിറ്റെയിൽ അല്ല. ഓക്കെ ഓക്കെ ഫൈൻ. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി ഹാപ്പിയാണ് ഈ സ്റ്റേജിൽ നിൽക്കാൻ സാധിച്ചതിൽ. പ്രിയൻ സാർ പുള്ളി പോയി, പക്ഷേ ഞാൻ ഒത്തിരി ചെറിയ ആ വാക്കുകൾ, അത് ഒത്തിരി ഹാപ്പിയായി. ചാക്കോച്ചൻ, പിഷാരടി ചേട്ടൻ, സാബു സുരേഷ് സാർ, എല്ലാവർക്കും നന്ദി ഇവിടെ വന്നതിലും. ട്രെയിലർ ഞാൻ ഇവിടെ പ്ലേ ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് എനിക്ക് അരുൺ ചേട്ടൻ കാണിച്ചു തരുന്നത് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും വലിയ സ്ക്രീനിൽ ഭയങ്കര രസമുണ്ടായിരുന്നു. സ്വന്തം പടത്തിൻ്റെ ട്രെയിലർ കണ്ട് ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു വിഷ്വൽ ബ്യൂട്ടി അത് എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. ഈ പടം തിയേറ്ററിൽ ആരും മിസ് ചെയ്യാതിരിക്കുക. ഇത് തിയേറ്ററിന് വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന ഒരു പടമാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്നൊരു സിനിമയായിരിക്കും. ഒരുപാട് പേരുടെ കഷ്ടപ്പാടും എഫേർട്ടും എല്ലാം ഇട്ടിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അറിയിക്കുക. ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. നസ്ലിൻ, അതോടൊപ്പം തന്നെ ഇതൊരു എന്താ പറയുക, ഒരു വേറൊരു ലോകം നമുക്ക് മുന്നിൽ കാഴ്ചവെക്കുന്ന ഒരു സിനിമയാണ്. ചന്ദ്രയുടെ ലോകത്ത് നസ്ലിൻ്റെ എങ്ങനെയാണ് ഒരു എന്താണ് പറയാൻ പറ്റുക എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഞാനും ചന്തുവും കുര്യനുമാണ് കുറച്ച് നോർമലായിട്ടുള്ള ആൾക്കാർ. ബാക്കിയെല്ലാം സിനിമയിലുള്ളവരെല്ലാം കുറച്ച് പ്രശ്നക്കാരാണ്. അത്രേ പറയാൻ പറ്റുള്ളൂ. കല്യാണി, ചന്ദ്ര എന്ന ക്യാരക്ടർ ലോക എന്ന സിനിമയെ പറ്റി നമുക്ക് സംസാരിക്കാം. ചന്ദ്ര എനിക്കൊരു സ്പെഷ്യൽ ജേർണി ആയിരുന്നു. ഇതെനിക്കൊരു പ്രോജക്റ്റ് മാത്രമല്ല, ഒരുപാട് പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റിയൊരു സിനിമ കൂടിയാണ്. ആൻഡ് സോ ചന്ദ്രയെ പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുമെന്നൊരു ക്യൂരിയോസിറ്റിയിലും എക്സൈറ്റ്മെൻറ്റിലുമാണ് ഞാൻ. DQന്റെ ഉസ്താദ് ഹോട്ടലിൽ ഒരു ഡയലോഗ് ഉണ്ട്, കിസ്മത്ത് എന്നൊരു പൈസ. ഞാൻ പറഞ്ഞു അതിനെ തടുക്കാൻ ആർക്കും പറ്റൂല. ഐ ഫീൽ ലോകയും ചന്ദ്രയും എൻ്റെ കിസ്മത്തിലുണ്ടായിരുന്നു. അതാണ് എൻ്റെ വിശ്വാസം. സോ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. ഡോം, നിമിഷ്, ദുൽഖർ, നസ്ലിൻ, ചന്തു, കുര്യൻ, ശാന്തിവി, സാൻഡി മാസ്റ്റർ, പിന്നെ സെറ്റിലുള്ള എല്ലാവരും. എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ സമയമില്ല. പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത കുറേ പേരുണ്ട്. അവരെല്ലാവരോടും ഒരുപാട് നന്ദി. അച്ഛൻ പോയി, പക്ഷെ അച്ഛനോടും നന്ദി. Chakacha, thank you so much for being here. You have no idea what your presence here means to just all of us. And the same with honestly everybody here. Thank you so much just for supporting our film. Our media people ഇന്ന് വന്നതിനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിനും ഒരുപാട് നന്ദി. ആൻഡ് എല്ലാത്തിനും മേലെ ഈ സിനിമ ഇനിയും വലുതാക്കാൻ ശ്രമിക്കുന്ന പ്രേക്ഷകരോട് ഒരുപാട് നന്ദി. ലോക ചാപ്റ്റർ 1 ചന്ദ്ര, ഈ സിനിമയ്ക്ക് വേണ്ടി ഞങ്ങളെ കൊണ്ടാവും വിധം എല്ലാം ചെയ്തിട്ടുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്താണ് ഷൂട്ട് ചെയ്തത്. So I hope നിങ്ങൾക്ക് ഈ ട്രെയിലർ ഇഷ്ടമായി, and I also hope നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടമായി.
മലയാള സിനിമയിലെ ഫസ്റ്റ് ഫീമെയിൽ സൂപ്പർ ഹീറോ എന്നൊരു ടാഗ്ലൈനാണ് നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് ഇതിൽ. അപ്പം എങ്ങനെയായിരുന്നു പ്രത്യേകിച്ച് ആക്ഷൻ ചെയ്തത് ഷാറുഖ് ഖാന് പഠാനും ജവാനും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തവരൊക്കെയാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അതൊരു മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആണ്. വീണ് പണിയെ കിട്ടിയ അങ്ങനെ പ്രശ്നങ്ങളുണ്ടായിരുന്നു? കുറെ ഒരുപാട്. പക്ഷെ അതിനെപ്പറ്റി ഞാൻ ഈ സിനിമയെ തള്ളാൻ പോകുന്നില്ല. അല്ല, അത് തള്ളാൻ വേണ്ടിയല്ലോ. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി. ഓക്കെ, നിങ്ങൾ തമ്മിൽ കോമ്പോ ഉണ്ടോ? നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് വരുന്നുണ്ടോ സിനിമയിൽ? ഇല്ല, ഞങ്ങൾ സിനിമ അല്ലല്ല, ഞാൻ ഉദ്ദേശിച്ചത് ആ വേൾഡിനകത്ത് നിങ്ങൾ തമ്മിൽ ക്യാരക്ടേഴ്സ് എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ ഇതുമായിട്ട് പറ്റി പറയാനുണ്ടോ എന്ന് പറയാണ്. ഉണ്ട് അല്ല കല്യാണി? അതുപോലെ തന്നെ റിയൽ ലൈഫിൽ ഇപ്പൊ നമ്മളൊരു എന്താ പറയാ ചെറുപ്പത്തിലൊക്കെ നമുക്ക് മിററിനൊക്കെ മുമ്പിലേക്ക് വെച്ചിട്ട് പ്രത്യേകിച്ച് സൂപ്പർ ഹീറോസും കേപ്സും ഇങ്ങനെയൊക്കെ നമ്മൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും ചെറുതിലെ. അപ്പൊ അങ്ങനെ ഒരു കല്യാണിയുടെ മുമ്പിലേക്ക് ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടർ വരുമ്പോൾ അത് ചെയ്യുന്നതിനൊക്കെ മുമ്പ് ലൈക്ക് യു ഗോണ ടു എ സൂപ്പർ ഹീറോ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ലൈക്ക് ഒരു ഡ്രസ്സിംഗ് റൂമിൽ അങ്ങനത്തെ ഒരു റിഹേഴ്സൽസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും? അതായത് ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് ചെറുതിലേക്ക് എന്തെങ്കിലും സൂപ്പർ ഹീറോസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല പല കാര്യങ്ങളും ബർത്ത്ഡേസിനൊക്കെ ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പോൾ റിയൽ ലൈഫായിട്ട് സൂപ്പർ ഹീറോ ചെയ്യുന്ന സമയത്ത് ആ എന്തെങ്കിലും ഒരു എന്താ പറയുക നേരത്തെ പോയിട്ട് ഒരു പ്രിപ്പറേഷൻ ഇവരെല്ലാവരും ഞാൻ സൂപ്പർ ഹീറോ ആയിട്ടുള്ള സീൻസ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പേ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ സോറി, എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവില്ല. ഓക്കെ ഫൈൻ. അതോടൊപ്പം തന്നെ ഇതില് നസ്ലിൻ നിങ്ങൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇതിനകത്തുള്ള ബാക്കി ക്യാരക്ടേഴ്സ് ഉണ്ട് നിങ്ങളുടെ ഈ കോമ്പിനേഷനിലുള്ള ലൈക്ക് അരുണിന്റെ ക്യാരക്ടർ, നമ്മുടെ ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ, ചന്തുവിന്റെ ക്യാരക്ടർ, അതിനെ പറ്റി കൂടെ എന്താ പറയാം? അവരെ വിളിക്കാം. അതിന് മുമ്പ് എന്തെങ്കിലും അവർ വിളിക്കുന്നുണ്ട് നിങ്ങളുള്ള കോമ്പോയി പറയണം. നല്ലതായിരുന്നു, അത്രേ ഉള്ളൂ. അല്ല, ഈ സിനിമയെ പറ്റി ഒരുപാട് പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതെ, അതുകൊണ്ടൊന്നും പറയാം. ഇവർക്ക് ആക്ച്വലി സിനിമയെ കുറിച്ച് കൂടുതലൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. ഓക്കെ.